നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ഇഞ്ചിക്കറിന്റെ റെസിപ്പി കാണാം. ഇത് പുളിയിഞ്ചി അല്ല കേട്ടോ. പുളിയിഞ്ചിന്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസത്തിൽ നല്ല രുചിയും മണമൊക്കെയുള്ള നല്ലൊരു ഇഞ്ചിക്കറിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാവ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഒലച്ച് കഴുകിയെടുക്കാം. മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 200 ഗ്രാം ഇഞ്ചി ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ കായുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ വട്ടത്തിൽ അരിഞ്ഞെടുക്കില്ല, ആ ഒരു രീതിയിൽ വട്ടത്തിൽ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. കൈ കൊണ്ട് തന്നെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, കനം കുറച്ചിട്ട്. അതേപോലെ തന്നെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. പക്ഷേ ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഇഞ്ചി കഷ്ണങ്ങളും നമുക്ക് ഒരേ കനത്തിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റൂല. ഒരേ കനത്തിൽ മുറിച്ചെടുക്കുകയാണെങ്കിലല്ലേ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ എല്ലാം ഒരേ സമയത്ത് ഒരേപോലെ മൂത്ത് വരുള്ളൂ. അപ്പോൾ ഒരേ കനത്തിൽ മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പം മൊത്തം ഇഞ്ചിയും ഒരേ കനത്തിൽ കനം കുറച്ചിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തും കൂടി എടുക്കണം. ഇഞ്ചി വറുക്കാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ഇഞ്ചിക്കറിക്കുള്ള പുളിയും കൂടി ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി. ഇതൊന്ന് കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇഞ്ചി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വറുത്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ഒഴിക്കേണ്ട എണ്ണയിലും വ്യത്യാസം ഉണ്ടാവുക. എന്തായാലും നമുക്ക് ഈ ഇഞ്ചി നല്ലോണം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നവരൊന്ന് വറുത്ത് കോരിയെടുക്കണം എന്നേ ഉള്ളൂ. അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നമ്മൾ സ്ലൈസർ വെച്ചിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം ഒരേ സമയത്ത് ഒരേപോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലൈസർ ഉണ്ടെങ്കിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇഞ്ചി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇഞ്ചി ഇതിൽ കൂടുതൽ മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഇതിൽ കൂടുതൽ മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇഞ്ചിക്കറിക്കൊരു കയ്പ്പ് രുചിയായിരിക്കുക. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ കോരിയെടുക്കാം. കോരിയിട്ട് പുറത്ത് ഒരു സ്ട്രെയിനറിലേക്ക് അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ വലിഞ്ഞ് കിട്ടിക്കോളും. നമ്മൾ എണ്ണയിൽ നിന്ന് കോരുന്നതിൻ്റെ മുമ്പ് ഇഞ്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞ് കളിക്കുള്ളൂ കേട്ടോ. പാകത്തിനായിട്ടുണ്ടാവില്ല. പുറത്തിരിക്കുമ്പോൾ അത് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞു വന്നോളും. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ആ ഒരു പാകത്തിന് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചും കൂടി എടുക്കണം. ഇപ്പോൾ ചൂട് പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ചെറിയൊരു തരി വേണം. ഒരുപാട് നമ്മൾ തേങ്ങ അരയ്ക്കും പോലെ അരച്ച് മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് ഉള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്ത് കോരിയതിൻ്റെ എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് അരിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി വരട്ടെ കേട്ടോ. കടുക് മുഴുവനും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം. ഒന്നും ഇളക്കി കൊടുക്കുന്നുണ്ട്, കരിഞ്ഞു പോകാതിരിക്കാൻ. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു 8 10 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും വേണമെങ്കിൽ നേരത്തെ നമ്മൾ ഇഞ്ചി വറുത്ത് കോരിയ പോലെ തന്നെ ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയിട്ട് ഇഞ്ചിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവ് കൂടുന്നു തോന്നുകയാണെങ്കിൽ മാത്രം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. ഫ്ലെയിമിൽ ഓയിലാണ് ഇരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം അരിച്ചിട്ട് പുളിവെള്ളം അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിക്കൊരു വേവുണ്ട്, അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വീതം ഉലുവ വറുത്ത് പൊടിച്ചതും കായം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ.
നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 25 ഗ്രാം ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയൊരു കഷ്ണമാണ് ചേർക്കുന്നത്. ഇത് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാകുമേ. അതേപോലെ തന്നെ ശർക്കര ഉരുക്കി വെച്ചതുണ്ടെങ്കിൽ അതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇഞ്ചിന്റെ മുളകിന്റെ ഒക്കെ കുത്ത് കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശർക്കര നമ്മൾ ചേർക്കേണ്ട അളവൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുവേ. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇഞ്ചിക്കറി ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി കേട്ടോ. ഒരുപാട് കുറുക്കിയിട്ട് ചാറ് വറ്റിച്ച് കളയണ്ട. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് മാറ്റം എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്തണേ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പുളി ചേർക്കുമ്പോൾ വ്യത്യാസം വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഉപ്പിൻ്റെ അളവിലും വ്യത്യാസം വരുവേ. പുളിയിഞ്ചിന് അത്ര എരിവും മധുരവും പുളിയൊന്നും വേണ്ടെങ്കിൽ ഈ ഒരു കറിക്കും വേണം കേട്ടോ മധുരവും എരിവൊക്കെ. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഞ്ചിക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് കുറച്ചും കൂടെ നല്ലൊരു കളറൊക്കെ വരിക. ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് ആകുകയും ചെയ്യും. 2-3 ദിവസമൊക്കെ വേണമെങ്കിൽ കേടുകൂടാതെ തന്നെ പുറത്തിരുന്നോളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാം കേട്ടോ. നമ്മളൊരു 1/4 കിലോ ഇഞ്ചി എടുത്തിട്ടാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ കറിയായി വന്നപ്പോഴേക്കും കുറച്ച് കറിയേ ഉള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളിതൊരു ഒഴിച്ചു കറിയായിട്ടല്ലല്ലോ, തൊടുകറിയായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. 1-2 ടീസ്പൂണൊക്കെ ചോറിൻ്റെ കൂടെ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇത് കുറച്ചേ ഉപയോഗിക്കുന്നുള്ളെങ്കിലും 101 കറിക്ക് സമാണെന്നല്ലേ പറയാം ഇഞ്ചിക്കറി ഇഞ്ചിപ്പച്ചടിയൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.